നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം ADGP MR അജിത് കുമാറിന് അതിവേഗ അന്വേഷണത്തിലൂടെ ക്ലീൻ ചിറ്റ് നൽകാൻ തീരുമാനം. അജിത് കുമാറിനെതിരെ നടക്കുന്ന അന്വേഷണങ്ങൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം 1 മാസത്തിനകം പൂർത്തിയാക്കും. ഇതിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം, തൃശൂർ പൂരം കലക്കൽ, RSS മേധാവിയെ കാണൽ എന്നീ 3 കേസുകളിലും തെളിവില്ല എന്ന നിഗമനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. RSS മേധാവിയെ കണ്ടത് ശരിയാണെങ്കിലും കൂടിക്കാഴ്ച വ്യക്തിപരമാണ് എന്നാണ് കണ്ടെത്തൽ. RSS മേധാവി തീവ്രവാദിയൊന്നും അല്ലാത്തതിനാൽ തന്നെ ഇക്കാര്യത്തിൽ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കത്തക്ക വിധത്തിലുള്ള യാതൊരു കുറ്റകൃത്യങ്ങളും നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റം നൽകാനായി തീരുമാനമായത്. ADGP MR അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് അപ്രതീക്ഷിതമായാണ്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശയാണ് മന്ത്രിസഭായോഗം അംഗീകരിച്ചത്. ഇപ്പോഴത്തെ പോലീസ് മേധാവി S ദർവീഷ് സാഹിബ് 2025 ജൂലൈ 1 സർവീസിൽ നിന്നും വിരമിക്കുന്ന ഒഴിവിലേക്കാണ് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകുക. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നിരവധി അന്വേഷണങ്ങൾ നടക്കുന്നതിനിടയിലാണ് അജിത് കുമാറിന് DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയത്. ചീഫ് സെക്രട്ടറിയും DGPയും ആഭ്യന്തര സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറും അടങ്ങുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് സ്ഥാനക്കയറ്റം ശുപാർശ ചെയ്തത്. തൃശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവ സംബന്ധിച്ച് അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുകയാണ്. വരവിലേറെ സ്വത്തുണ്ട് എന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണവുമുണ്ട്. എന്നാൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാകില്ല എന്ന് വിവിധ സുപ്രീം കോടതി വിധികളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സ്ക്രീനിംഗ് കമ്മിറ്റി സ്ഥാനക്കയറ്റ ശുപാർശ നൽകിയത്. കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് വിചാരണയ്ക്ക് കാത്തിരിക്കുകയാണെങ്കിലോ അച്ചടക്ക നടപടിക്കായി മെമ്മോ കൊടുത്തിട്ടുണ്ടെങ്കിലോ സസ്പെൻഷനിൽ നിൽക്കുകയാണെങ്കിലോ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ചട്ടമുള്ളൂ എന്നും ചീഫ് സെക്രട്ടറി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ അജിത് കുമാറിനോടുള്ള പ്രത്യേക താൽപര്യം സർക്കാരിനുണ്ട്. വിജിലൻസ് അന്വേഷണം നടത്തി കേസെടുത്ത് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്നും മാറ്റി നിർത്താൻ വ്യവസ്ഥയുള്ളൂ എന്ന വിജിലൻസ് ഡയറക്ടറും സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ വിശദീകരിക്കുകയുണ്ടായി. അനധികൃത സ്വത്ത് ആരോപണത്തിൽ വിജിലൻസ് അടുത്ത് തന്നെ റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം. എന്നാൽ RSS കൂടിക്കാഴ്ച സ്വകാര്യമെന്ന അജിത് കുമാറിന്റെ വാദം തള്ളിയും സർവീസ് ചട്ടലംഘനമെന്ന സൂചന നൽകിയും DGP S ദർവീഷ് സാഹിബ് സമർപ്പിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വെച്ചിരുന്നു. എന്നാൽ ഒരു നേതാവിനെ കണ്ടതുകൊണ്ട് മാത്രം ഒരാൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യം തടയാനാവില്ല എന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞതായിട്ടാണ് വിവരം. ഫലത്തിൽ DGPയുടെ നിലപാട് മുഖ്യമന്ത്രി തള്ളുകയാണ് ചെയ്തത്. അജിത് കുമാറിനെതിരായ വിജിലൻസ് കേസ് ഉണ്ടായപ്പോൾ തന്നെ അത് നിലനിൽക്കില്ല എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. തൽക്കാലം വിവാദം തണുപ്പിക്കാനും CPIയെ വരുതിയിലാക്കാനുമാണ് അദ്ദേഹം അന്വേഷണം പ്രഖ്യാപിച്ചതും ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റി നിർത്തിയതും. അതായത് അജിത് കുമാറിന്റെ ഭാവി എന്താണ് എന്ന് മുഖ്യമന്ത്രി അന്ന് തന്നെ തീരുമാനമെടുത്തിരുന്നു എന്ന് ചുരുക്കം. അജിത്തിനെ യാതൊരുവിധ തരത്തിലും ഉപദ്രവിക്കാൻ മുഖ്യമന്ത്രി ആലോചിച്ചിരുന്നില്ല. അജിത്തും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അടുപ്പം അറിയാവുന്ന മലയാളികൾക്ക് ഇക്കാര്യം അറിയാമായിരുന്നു. കാരണം P ശശിയുടെ വിശ്വസ്തനാണ് അജിത് കുമാർ. P ശശിക്ക് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരാണ് പോലീസ് ഭരിച്ചിരുന്നത്. പഴയ പോലീസ് സിംഹങ്ങൾക്ക് വേണ്ടത്ര റോൾ ലഭിക്കാതെയുമായി. ADGP MR അജിത് കുമാറിന്റെ കയ്യിലായിരുന്നു ക്രമസമാധാനത്തിന്റെ ചുക്കാൻ. ശശി ഇന്ന് പാർട്ടിക്ക് അതിവിശ്വസ്തനാണ്. പാർട്ടിക്കെതിരെയല്ല എങ്കിൽ അതിനെ വലിയൊരു തെറ്റായി CPM കാണുന്നില്ല. വ്യക്തിപരമായ തെറ്റ് ചെയ്യുന്ന നേതാക്കളോ പ്രവർത്തകരോ അച്ചടക്ക നടപടിക്കാലത്ത് പാർട്ടിക്കെതിരെ തിരിഞ്ഞില്ല എങ്കിൽ അവരെ അതേ പദവിയിലേക്കോ അതിലും ഉയരത്തിലേക്കോ മടക്കിക്കൊണ്ടുവരുന്നത് CPMന്റെ ഒരു പതിവാണ്. തെറ്റ് ചെയ്യാനും തിരുത്താനും പാർട്ടിക്ക് സ്വന്തമായി നിയമങ്ങളുണ്ട്. ആ മാർഗത്തിലൂടെ തിരിച്ചെത്തിയയാളാണ് P ശശി. സദാചാര വിരുദ്ധ ആരോപണങ്ങളിൽ ശശി പാർട്ടിക്ക് പുറത്താകുന്നത് 2011 അന്നു തൊട്ടിന്നോളം പാർട്ടിക്കെതിരെ ഒരു വാക്കോ നോട്ടമോ ശശിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇതിനിടെ ഒരിക്കൽ മാത്രമാണ് ശശിയുടെ നാവ് ഒരു പാർട്ടി നേതാവിനെതിരെ പരസ്യമായി ഉയർന്നത്. 7 വർഷം പാർട്ടിക്ക് പുറത്തു നിന്നപ്പോഴും പാർട്ടി ചുമതലകളുള്ള നേതാക്കളെക്കാൾ ആത്മാർത്ഥതയോടെ ശശി പ്രവർത്തിച്ചു. അതിന് കണ്ടെത്തിയ വഴി അഭിഭാഷക വൃത്തിയായിരുന്നു. DYFIക്കാരുടെ പെറ്റി കേസുകൾ മുതൽ TP വധക്കേസിലും കതിരൂർ മനോജ് വധക്കേസിലും ഉൾപ്പെടെ പ്രതികളുടെ കേസുകൾ വരെ ശശി വാദിച്ചു.
പാർട്ടി അംഗമല്ലാതായിരിക്കുമ്പോഴും പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റി. പാർട്ടി വൃത്തത്തിനുള്ളിൽ നിന്ന് ഒരിക്കലും ശശി പുറത്തു പോയില്ല. ഇതിന്റെ ഫലമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി അദ്ദേഹത്തിന് നിയമനം ലഭിച്ചത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അച്ചുതണ്ടാണ് പി ശശി. അദ്ദേഹത്തിനെതിരെ ആർക്കും ശബ്ദിക്കാൻ ധൈര്യമില്ല. മുൻപ് നയനാരുടെ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ഇപ്പോൾ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. ഭരണത്തിന്റെ മാത്രമല്ല, പാർട്ടിയുടെ കടിഞ്ഞാണും പൂർണ്ണമായും അദ്ദേഹത്തിന്റെ കൈകളിൽ തന്നെയാണ്. ഭരണത്തിന്റെ സമസ്ത മേഖലകളിലും പിണറായി വിജയന്റെ അദൃശ്യ സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നതാണ് പി ശശിയുടെ ഇപ്പോഴത്തെ ദൗത്യമെന്ന് എഴുത്തുകാരനും സാമൂഹിക നിരീക്ഷകനുമായ സിവിക് ചന്ദ്രൻ ഒരിക്കൽ വിലയിരുത്തുകയുണ്ടായി. ഇതുതന്നെയാണ് പിണറായി വിജയന് ശശിയോടുള്ള വിശ്വാസം. ശശിയെ സംബന്ധിച്ചിടത്തോളം പിണറായി മാത്രമാണ് എല്ലാം. പിണറായിക്ക് അപ്പുറത്തേക്ക് ശശി ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല. പിണറായിയുടെ സംരക്ഷണം മാത്രമാണ് ശശിക്ക് മുന്നിലുള്ള ഏക ലക്ഷ്യം. പോലീസ് എന്നല്ല, ആർക്കു വേദനയുണ്ടായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തനം ഇത്തരത്തിൽ തന്നെ മുന്നോട്ടു പോകുമെന്നാണ് CPM പ്രവർത്തകർ പറയുന്നത്. കാരണം മാധ്യമങ്ങൾക്കും മറ്റുമെതിരെയുള്ള നീക്കങ്ങൾ CPM മണികളെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. അവർ പ്രസ്തുത നീക്കങ്ങളെ കയ്യടികളോടെയാണ് സ്വീകരിക്കുന്നത്. മാധ്യമങ്ങൾ CPMനോട് കാണിക്കുന്ന നിഷേധാത്മക സമീപനങ്ങളിൽ ക്രുദ്ധരാണ് പ്രവർത്തകർ. പാർട്ടിക്കപ്പുറമുള്ള മറ്റൊരു സത്യത്തിലും വിശ്വസിക്കാത്ത ഇവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളോടോ യാതൊരു വിധത്തിലുള്ള വിയോജിപ്പുമില്ല. അജിത് കുമാറിന്റെ അഭാവം പി ശശിയെ ചെറുതായിട്ടൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത്. അജിത് കുമാർ പോലീസ് ആസ്ഥാനത്തുണ്ടായിരുന്ന കാലത്ത് മുഖ്യമന്ത്രിയുടെ താൽപ്പര്യങ്ങളാണ് നടപ്പാക്കിയിരുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഒരു ആഭരണ സ്ഥാനം മാത്രമായിരുന്നു. അജിത് കുമാറിനായിരുന്നു ക്രമസമാധാനത്തിന്റെ ചുമതല. വരാൻ പോകുന്നത് ഇലക്ഷൻ കാലമാണ്. അജിത് കുമാറിനെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവന്നില്ല എങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. അതിനായിട്ടാണ് അജിത്തിനെതിരായ കേസുകൾ എഴുതിത്തള്ളാനുള്ള നീക്കം. സംസ്ഥാന പോലീസ് മേധാവി അജിത് കുമാറിനെതിരായി നടത്തിയ എല്ലാവിധ നീക്കങ്ങളും പരാജയപ്പെട്ടു കഴിഞ്ഞു. അജിത്തിനെതിരെ വിജിലൻസ് അന്വേഷണം ബലപ്പെടുത്താൻ ദർവേഷ് സാഹിബ് തീരുമാനിച്ചിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ട് അതിലും മാറ്റം വരുത്തി. ഷെയ്ഖ് ദർവേഷ് സാഹിബ് അജിത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന് മുഖ്യമന്ത്രി നൽകിയ സ്ഥാനം ചവറ്റുകൊട്ടയായിരുന്നു. ഷെയ്ഖ് ദർവേഷ് സാഹിബിന് 1 വർഷം സർവീസ് കാലാവധി നീട്ടി നൽകിയത് അജിത് കുമാർ കൂടി ഇടപെട്ടതോടുകൂടിയാണ്. എന്നാൽ അജിത്തിന് കഷ്ടകാലം വന്നപ്പോൾ ദർവേഷ് സാഹിബ് കൂടെ നിന്നില്ല. തൃശൂർ പൂരം കലക്കലിലും മറ്റും അജിത് കുമാർ ആരോപണ വിധേയനായി എങ്കിലും അതിനെല്ലാം കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ വിജയം BJPയുടെ മാത്രം ആവശ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടജനപ്രിയനായ മുഖ്യമന്ത്രി അജിത് കുമാറിനെ ഉപേക്ഷിച്ചതേയില്ല. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന അഡീഷണൽ DGP MR അജിത് കുമാറിനെ കുരുക്കാൻ മുഖ്യമന്ത്രിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കരുക്കിൽ നീക്കിയതായി മുഖ്യമന്ത്രി കരുതുന്നു. ആഭ്യന്തര വകുപ്പിൽ കാരിരുമ്പിന്റെ ശക്തിയോടെ ഇത്രയും നാൾ ഭരണം നടത്തിയിരുന്ന പിണറായി നിസ്സഹായനായ കാഴ്ച കേരള ജനത കണ്ടത് അജിത് കുമാറിന് സ്ഥാനചലനം സംഭവിച്ചതോടെയാണ്. ആഭ്യന്തര വകുപ്പിൽ പിടിവിട്ട മുഖ്യമന്ത്രി ഒടുവിൽ ആഭ്യന്തര വകുപ്പിനെതിരെ പരസ്യ പ്രസ്താവനയും ഇറക്കി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചത് ഫലത്തിൽ തന്റെ വകുപ്പിനെതിരെ തന്നെയാണ്. പൂരം കലങ്ങിയെന്നല്ല, കലക്കാൻ ശ്രമം ഉണ്ടായി എന്നാണ് അന്നും ഇന്നും നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വെടിക്കെട്ട് മാത്രം വൈകി എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഇത്രയും പറയാൻ മുഖ്യമന്ത്രി നിർബന്ധിതനായത് പൂരം കലക്കിയ ഗൂഢാലോചനയ്ക്കെതിരെ പോലീസ് FIR ഇട്ടതിനു ശേഷമാണ്. ഗൂഢാലോചനയുണ്ട് എന്ന് ആഭ്യന്തര വകുപ്പും ഇല്ല എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞത് ആദ്യത്തെ സംഭവമാണ്. ഗൂഢാലോചന ലക്ഷ്യമിടുന്നത് അഡീഷണൽ DGP അജിത് കുമാറിനെ തന്നെയാണ്. ഇതിൽ നിന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പൂരം കലങ്ങിയത് എന്ന് വ്യക്തം. പൂരം കലക്കിയെന്ന് സ്ഥാപിക്കേണ്ടത് സംഘപരിവാറിന്റെ ആവശ്യമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പൂരാഘോഷത്തിലെ ഇടപെടലുകൾ പരിശോധിക്കുമെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ കുറ്റം ചെയ്തു എങ്കിൽ ശിക്ഷ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിലൂടെയായിരുന്നു വിശദീകരണം വന്നത്. പൂരാഘോഷവുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഇടപാടുകളും പരിശോധിക്കുമെന്ന് വാർത്താക്കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ അതെല്ലാം തന്നെ ആവിയായിപ്പോയി. അജിത് കുമാറിന് ഇനി നൽകാനുള്ളത് ക്രമസമാധാന ചുമതലയുള്ള DGP പട്ടമാണ്. ഒരാരോപണവും തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് അത് നൽകേണ്ടിയും വരും.
അങ്ങനെ നൽകിയാൽ അദ്ദേഹം തീർച്ചയായും പകരം വീട്ടും. തന്നെ ചതിച്ചവരോടെല്ലാം വിവാദങ്ങൾ അടങ്ങാനായി കാത്തിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അവ ഒന്നടങ്ങിയപ്പോഴാണ് അജിത് കുമാറിന് ഉന്നത പട്ടം ചാർത്തി നൽകുന്നത്.